ശ്രീമതി ദീപ, ഇവിടെ നേരത്തെ BJPയുടെ പ്രതിനിധി ഉന്നയിച്ചതും അതോടൊപ്പം തന്നെ പൊതുവെ ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ ആ കാര്യം ചോദിച്ചിരുന്നു. അതായത് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വളരെ പ്രധാനപ്പെട്ടൊരു സമരം PSC റാങ്ക് ഹോൾഡേഴ്സ് നടത്തുകയാണ്. VD സതീശൻ്റെ മൂക്കിൻ തുമ്പത്താണ് ഈ സമരം നടക്കുന്നത്. മണ്ണുവാരി കഴിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ്. മുൻപില്ലാത്ത രീതിയിലുള്ള വലിയ പ്രതിഷേധം നടക്കുന്നു. അവിടേക്ക് എത്തുന്നില്ല. മറ്റൊരു വിഷയം, വയനാട്ടിൽ അടുത്ത കാലത്ത് വലിയൊരു പ്രകൃതി ദുരന്തമുണ്ടായി. സ്ഥലം MP ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നോ മറ്റോ ആണ് അവിടേക്ക് വന്നത്. മുൻ MP രാഹുൽ ഗാന്ധിയെ ആ വഴിക്ക് കണ്ടിട്ടേ ഇല്ല. അപ്പം ഇവരൊക്കെ ഡൽഹിയിൽ കാണിക്കുന്ന ആവേശം എന്തുകൊണ്ടാണ് ഇവിടെ കാണിക്കാത്തത്? നേരത്തെ ഹിമാചൽ പ്രദേശിലും ജമ്മു കാശ്മീരിലും ജാർഖണ്ഡിലും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയെ പറ്റിയുള്ള വലിയ ലിസ്റ്റ് നമ്മൾ വായിച്ചല്ലോ. അവിടെ എന്ത് നടപടിയാണ് എടുത്തത്? ഈ ജാർഖണ്ഡിലും BJP പ്രതിനിധി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. താങ്കൾക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം, അതിന് ഞാൻ ഉത്തരം പറയും. ഈ ജാർഖണ്ഡിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ ചോദ്യപേപ്പറിൻ്റെ ചോർച്ച ഉണ്ടായ കാര്യമൊക്കെ ഇവിടെ പറയുകയുണ്ടായി. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. അതൊരു വലിയ ശ്രദ്ധയുള്ള കാര്യമായിട്ട് ഇതുവരെയും സംസാരിച്ച് ഞാൻ എവിടെയും കേട്ടതുമില്ല. ഇപ്പം നിങ്ങൾ കൊണ്ടിരുത്തിയ നിരീക്ഷകനെന്ന് പറഞ്ഞ് BJPയുടെ നിരീക്ഷകൻ്റെ മേലങ്കി അണിയിച്ചു കൊണ്ടുവന്ന BJPയുടെ വക്താവ്, 2 വക്താക്കളിൽ ഒരാൾ പറഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രതിപക്ഷമില്ലേ ഇതുപോലെ സമരം ചെയ്യാൻ? അവിടെയുള്ള കുട്ടികൾ എന്താ പ്രതികരണശേഷി ഇല്ലാത്തവരാണോ? മാതാപിതാക്കൾ പ്രതികരണശേഷി ഇല്ലാത്തവരാണോ? അത്തരമൊരു നടപടി വന്നപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഉണ്ടായിട്ടുണ്ടോ എന്ന്, ഞാൻ അറിഞ്ഞിട്ടില്ല ഇതുവരെയും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അവിടെയുള്ള ഒരു പ്രതിപക്ഷമില്ലേ? അവിടെയുള്ള അധ്യാപകരും അല്ലെങ്കിൽ വിദ്യാർത്ഥികളും ഒക്കെ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് പ്രതികരിച്ചില്ല എന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് എനിക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു, നോക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇവിടെ PSCയുടെ കാര്യം പറഞ്ഞു. 12 വർഷമായിട്ട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയല്ല ഇന്ന് കേരളം ഭരിക്കുന്നത്. ഇന്ത്യ ഭരിക്കുന്നത് പോലെ 12 വർഷമായിട്ട് ഇന്ത്യ ഭരിക്കുന്ന പോലെ കേരളം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിയല്ല. ഇതിപ്പോൾ 2 മാസമായിട്ടേ ഉള്ളൂ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. അധികാരത്തിൽ വന്നതിന് ശേഷം പല PSCയുടെ കുട്ടികളും മറ്റ് പല സ്ഥലങ്ങളിലും കെടുകാര്യസ്ഥതയുണ്ടായ പല തലങ്ങളിലുള്ളവർ മുഖ്യമന്ത്രിയെ പോയി കണ്ടു. അവർക്കെല്ലാവർക്കും തന്നെ ആശാസ്യമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ അവിടെ നിന്ന് കിട്ടുകയുണ്ടായി. നമുക്ക് തന്നെ അറിയാം, PSCയുടെ റാങ്ക് ലിസ്റ്റ് 3 മാസം കൂടി നീട്ടിക്കൊടുത്തുകൊണ്ട് നവംബർ വരെ അതിന് വാലിഡിറ്റി ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു നടപടിയൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനിടയിൽ സമരം ചെയ്തവരുടെ കാര്യം അതെനിക്കറിയില്ല. ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പിന്നെ എന്താണ് അടുത്ത കാര്യം, എന്താ പറഞ്ഞത്? വേറൊരു കാര്യം കൂടെ ചോദിച്ചിരുന്നല്ലോ, ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ടാണ്. PSC വയനാട് ദുരന്തത്തിൽ എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി വന്നില്ല, അല്ലെങ്കിൽ പിന്നെ രാഹുൽ ഗാന്ധി വന്നില്ല എന്നുള്ളത്. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വളരെയധികം സുരക്ഷ ഉള്ള കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ് അവർ. അവരോട് വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളിലും തടസ്സം നേരിടാൻ വേണ്ടിയിട്ട്, പിന്നെ അതിനൊക്കെ അപ്പുറത്തായിട്ട് ഇപ്പോൾ ഇന്ത്യൻ കോൺഗ്രസ് UDF ഭരിക്കുന്ന, ഇന്ത്യൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF ഭരിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. തീർച്ചയായിട്ടും സർക്കാരിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് എന്തൊക്കെയാണോ ഇവിടെ ചെയ്യേണ്ടതെന്ന് ഒരു ജനപ്രതിനിധി ഉണ്ടെങ്കിൽ ചെയ്യാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഗവൺമെൻറ് പോകുന്നതും. അവിടുത്തെ MP എന്ന നിലയിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും മുൻ MP എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയും വയനാടിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ടെന്ന് ഉള്ളത് ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി ഞാൻ ഡൽഹിയിലെ സമരത്തിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് ഡൽഹിയിലെ സമരത്തിനെക്കാട്ടിലും കൂടുതൽ താല്പര്യം മറ്റ് സ്ഥലങ്ങളിലേക്കാണ് ചർച്ച. അതാണെങ്കിൽ പോലും മറ്റ് കാര്യങ്ങളിലേക്ക് ഈ ചർച്ചയെ വലിച്ചുകൊണ്ട് പോകാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് നിങ്ങളുടെ 3 പേരുടെയും പ്രതികരണങ്ങളിൽ നിന്ന്. പക്ഷേ തനി രാഷ്ട്രീയമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി നീറ്റിൻ്റെ UG പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നെന്ന കാര്യം പോലും അംഗീകരിക്കാൻ തയ്യാറാകാത്ത വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹം. പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോട് ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്നാണ് ഔദ്യോഗികമായി, അത് ചോർന്നു എന്നുള്ളത് നിഷേധിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. ആദ്യം നിങ്ങളിവിടെ പറയുകയുണ്ടായല്ലോ, ഇവിടെ ഈ കുട്ടികൾക്കെല്ലാം ഞങ്ങൾ വളരെയധികം നീതി കൊടുത്തു എന്ന്. 21 കുട്ടികൾ മരിക്കുകയുണ്ടായി. 35 ദിവസമായിട്ട് ഈ കുട്ടികൾ സമരത്തിലാണ്. ഒരു ദിവസം പോലും സമരം ചെയ്യാൻ കഴിയാത്ത, എന്നുവെച്ചാൽ ഒരു ദിവസം പോലും സമരം ചെയ്യണമെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്നറിയുന്ന രാഷ്ട്രീയ പ്രവർത്തകരാണല്ലോ നമ്മളൊന്ന് പറയുകയുണ്ടായി. നോക്കൂ, ഒരു രാജ്യം മുഴുവൻ ആ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുകയാണ്. നമ്മൾ പല ഭാഗത്തു നിന്നും, നിങ്ങൾ പറയുന്ന പോലെ രാജ്യദ്രോഹികളല്ല,
പൈസ ഭക്ഷണത്തിന് വേണ്ടി പൈസ അയച്ചു കൊടുക്കുന്നവർ തങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് തുച്ഛമായ വരുമാനത്തിൽ നിന്ന് അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് പൈസ അയച്ചു കൊടുത്ത സാധാരണക്കാരായ ചുമട്ടുതൊഴിലാളികളെ വരെ നമ്മൾ കണ്ടതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ രാജ്യദ്രോഹികളെ അല്ലെങ്കിൽ ഇവർക്ക് എവിടെ നിന്നാണ് വിദേശ പണം വരുന്നത് എന്ന് നോക്കിയിരിക്കുമ്പോൾ ഒരുപക്ഷെ ഈ രാജ്യത്തെ ജനങ്ങൾ, എനിക്കും ഒരു മകളുണ്ട്, എനിക്കും എൻ്റെ വീട്ടിലും ഒരു കുട്ടിയുണ്ട്, ഈ കുട്ടികൾക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് ഓട്ടോറിക്ഷ തൊഴിലാളിയായിട്ടുള്ള ഒരാൾ പൈസ അയച്ചതിൻ്റെ കാര്യം പറയുകയുണ്ടായി. ഇതൊന്നും ആരും പ്രേരിപ്പിച്ച് ചെയ്യുന്നതല്ല. ജനങ്ങൾ ഈ എന്തുകൊണ്ട് 35 ദിവസം സമരം ചെയ്ത ഈ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല? ഇന്ത്യ മുഴുവൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. BJP NDA ഒഴികെയുള്ള ഇന്ത്യ മുഴുവൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. സാധാരണക്കാരായ ആളുകൾ മുതൽ വലിയ പൈസക്കാരായിട്ടുള്ളവർ വരെ അവരോടൊപ്പം ഉണ്ടായിരുന്നു. കാരണം അവരൊരു ജെന്യൂൻ റീസണിന് വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. അവരാവശ്യപ്പെട്ടത് ഈ വകുപ്പ് മന്ത്രി ആദ്യം രാജിവെക്കണമെന്നാണ്. എന്തുകൊണ്ട് ഇന്ന് രാജിവെച്ച മന്ത്രിക്ക് 30 ദിവസം മുമ്പ് അല്ലെങ്കിൽ ഒരു 25 ദിവസം മുമ്പ് രാജിവെച്ചുകൂടായിരുന്നു? എത്രത്തോളം ഈ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചു. ഇവിടെ പറയുകയുണ്ടായല്ലോ, വലിയ അഭിമാനത്തോടെ പറയുകയുണ്ടായല്ലോ, ഞങ്ങൾ ഇന്ന് അഭിമാനത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്, ഞങ്ങളുടെയൊക്കെ മുഖത്ത് സന്തോഷമാണ്, ഞങ്ങളൊക്കെ ഇവിടെ ലഡു വിതരണം ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, ഞങ്ങളുടെ ഒരു മന്ത്രി രാജിവെച്ച. നാണമില്ലേ ഇത് പറയാനായിട്ട്? നാണമില്ലേ? എവിടെയും വീണെടുത്ത് കിടന്ന് ഉരുളുക എന്നുള്ള ഒരു മനഃശാസ്ത്രം നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ ഫ്ലോറിലായതുകൊണ്ട് അത് നടക്കുന്നു. കാരണം 3 പേരെ, ആങ്കറിനെയും രാഷ്ട്രീയ നിരീക്ഷകൻ്റെ മേലങ്കി അണിയിച്ച BJP-കാരനെയും പിന്നെ ഒരു BJP-യുടെ പ്രതിനിധിയും കൊണ്ടിരുത്തുന്നത് കൊണ്ട് ഈ രീതിയിലുള്ള ഉരുളലുകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ജെന്യുവിനായ റീസണ് വേണ്ടിയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇവിടെ നിന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടിയുടെ പ്രതിനിധിയായി ഇവിടെ നിന്ന് അഭിമാനത്തോടു കൂടി ഞാൻ പറയുകയാണ്, ഞങ്ങൾ സമരം ചെയ്ത കുട്ടികളെ പിന്തുണച്ചു പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം. കാരണം അവർ ഉന്നയിച്ച കാരണം അവർ എന്തിനു വേണ്ടി സമരം ചെയ്തോ അത് ജെന്യുവിനായിട്ടുള്ള കാര്യമായിരുന്നു. 21 കുട്ടികൾ, അവരുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ ഈ ഒരു കാര്യത്തിൽ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്നും അതിനകത്ത് വിഷമം ഉണ്ടാവത്തില്ല. കാര്യം വിദ്യാഭ്യാസത്തിന് വെറും ഒരു കച്ചവടമായിട്ട് മാത്രം കാണുകയാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ളത്. കേരളത്തിലെ വിഷയത്തെ ഇടപെടാത്ത ഇതിന്റെ ഈ PSC റാങ്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥികളല്ലേ? VD സതീശൻ അവിടെ തിരിഞ്ഞു നോക്കിയിട്ട് പോലും VD സതീശൻ ആ വഴിക്കോട്ട് പോയിട്ട് പോലും ഡൽഹി പോയി സമരം ചെയ്യുക. ഡൽഹി പോയി സമരം ചെയ്യുക. പ്രായമായ ഒരു സർക്കാർ വന്ന ഉടനെ ചെയ്തത് PSCയുടെ റാങ്ക് ലിസ്റ്റ് 3 മാസം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ സമരത്തിന് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒരു കോൺഗ്രസ് നേതാവിന്റെ പേര് പറയാമോ? ആ സമരത്തിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒരു കോൺഗ്രസ് നേതാവിന്റെ പേര്, അവിടെ പോയ ഒരു കോൺഗ്രസ് നേതാവിന്റെ പേര് പറയാം. ജന്തർ മന്ത്രിൽ പോയ ഒരുപാട് കോൺഗ്രസ് നേതാക്കളുണ്ട്. സെക്രട്ടേറിയറ്റ് മുന്നിൽ പോയ ഒരു കോൺഗ്രസ് നേതാവിന്റെ പേര് പറ. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒരു കോൺഗ്രസ് നേതാവിന്റെ പേര് പറയൂ. ദീപാന്. നോക്കൂ, ഇവിടെ ഒരു ഗവൺമെന്റ് നിലവിൽ വന്നു, 2 മാസമേ ആയിട്ടുള്ളൂ. ഇവിടെ PSC അങ്ങോട്ടൊന്ന് അതല്ലേ പറഞ്ഞു. നിങ്ങൾ എന്താ എന്നെ ഇവിടെ പിടിച്ചിരുത്തിട്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കണം? നിങ്ങൾ ഇങ്ങനെ ഒരു വാക്ക് പറയാൻ പോലും അനുവദിക്കാതെ നിങ്ങളുടെ പ്രതിനിധി സംസാരിച്ചപ്പോൾ നിങ്ങൾ ഒരു വാക്ക് അയാളെ ഡിസ്റ്റർബ് ചെയ്യണം ഞാൻ കണ്ടില്ലല്ലോ. അയാൾ അങ്ങനെ നിർഗളം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ ഒരു വാക്ക് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് പ്രൊവോക്കഡ് ആകുന്നത്? ഞാൻ ചോദിക്കുന്ന സിമ്പിൾ ചോദ്യം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരത്തിൽ തിരിഞ്ഞു നോക്കാത്ത VD സതീശൻ ഡൽഹിക്ക് ഫ്ലൈറ്റ് പിടിച്ചു പോയത് എന്തിനാണ്? സിമ്പിൾ ചോദ്യമാണ്. മറുപടി പറയൂ. ഭരണം ഏറ്റെടുത്ത ശേഷം ഗവൺമെന്റ് ആദ്യം ചെയ്തത് PSC റാങ്ക് ലിസ്റ്റ്, ബ്രിമ്മിൽ നിന്ന് റാങ്ക് ലിസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നവംബർ വരെ ചെയ്തത്. അപ്പോയിന്റ്മെന്റ്സ് നടക്കുകയാണ്. PSCയിൽ അഴിമതി നടന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം PSCയിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന്. അത് അന്വേഷിക്കാനായിട്ട് കമ്മീഷനെ ആളുകളെ വെച്ചിട്ടുണ്ട്. അതിന്റെ അന്വേഷണം നടക്കുകയാണ്. ഈ PSC അഴിമതി നടന്നത് ഞങ്ങളുടെ ഭരണം ഇരിക്കുമ്പോഴല്ല. PSCയിൽ അഴിമതി നടന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ സമയത്താണ്. കൃത്യമായി അഴിമതി നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. പക്ഷേ അതിൽ ആരാണ് അഴിമതി കാണിച്ചത്, ഏത് രീതിയിലുള്ള അഴിമതിയാണ് എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. കണ്ടുപിടിച്ച് പൂർണ്ണമായ അഴിച്ചുപണി PSCയിൽ നടത്തുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ PSCയിൽ അഴിമതി നടന്നെന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്തത് അവിടെ KSUവിന്റെ വിദ്യാർത്ഥി സംഘടനയാണ് അവിടെ സമരം ചെയ്തത്. യൂത്ത് കോൺഗ്രസ്സുകാരാണ് അവിടെ സമരം ചെയ്തത്. അല്ലാതെ ഈ ABUP-ക്കാരോ അല്ലെങ്കിൽ നിങ്ങളുടെ യുവമോർച്ചക്കാരോ അല്ല അവിടെ സമരം ചെയ്തത്. അവിടെ ഇപ്പോൾ 2-3 ആഴ്ച മുമ്പ് അവിടെ PSC ചെയർമാനെതിരെ സമരം ചെയ്തത് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും കുട്ടികളാണ് അവിടെ സമരം ചെയ്തത്. അപ്പൊ PSCക്കെതിരെ ഞങ്ങൾ പറഞ്ഞു. പിന്നെ PSCയുടെ റാങ്ക് ഒരു ഗവൺമെന്റിന് പെട്ടെന്ന് വന്ന് ചെയ്യാൻ കഴിയുന്നത് ക്യാൻസൽ ആവാൻ പോകുന്ന അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞ ഈ റാങ്ക് ലിസ്റ്റ് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. അതാണ് ഒരു ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചെയ്തു കൊടുത്തു. ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയെ അതിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ പോയ നേതാക്കന്മാരെന്താ, ജന്തർ മന്ദറിൽ പോയവരെന്താ ഇവിടെ വരാത്തതെന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അത് ഇവിടുത്തെ ഗവൺമെന്റ് കാര്യപ്രാപ്തിയുള്ള ഗവൺമെന്റ് തന്നെയാണ്, അത് ചെയ്യുന്നുമുണ്ട്. പിന്നെ ഇവിടെ പറയേണ്ടായാലും എന്തൊക്കെ ക്രമക്കേടുകളാണ്
ഇവിടെ കാണിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന് വിദ്യാഭ്യാസം വന്ന് അദ്ദേഹത്തിന് ഒരു നല്ല ഭരണത്തോടോ വിദ്യാർത്ഥികളോടോ ഒന്നും ഒരു ആശങ്കയോ അല്ലെങ്കിൽ 21 കുട്ടികൾ മരണപ്പെട്ടു എന്തെങ്കിലും ഒരു ആശങ്ക അദ്ദേഹം പ്രകടിപ്പിച്ചോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇത്രയും പറയുന്നുണ്ടല്ലോ ഞങ്ങൾ യുവാക്കൾക്കൊപ്പമാണ്, ഞങ്ങൾ കുട്ടികൾക്കൊപ്പമാണെന്ന്. ഒരു ദിവസം ഈ കുട്ടികൾ അവിടെ ഇപ്പോൾ നമുക്കറിയാം ഈ കോക്രോച്ച് പാർട്ടി എന്ന് പറയുന്ന ഇത് ഒരു സുപ്രീം കോടതി ജഡ്ജിയാണ് ഇവരെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഉണ്ടായ ഒരു കൂട്ടായ്മയെ കോക്രോച്ച് പാർട്ടി കോക്രോച്ചുകൾ എന്ന് വിളിച്ചിട്ട് ഇതൊരു കോക്രോച്ച് പാർട്ടി എന്ന നിലയിലേക്ക് ഇതൊരു സംഘടന എന്ന നിലയിലേക്ക് വന്നത്. ഈ സംഘടനയിലുള്ള കുട്ടികൾ ഇവരവിടെ സമരം ചെയ്തു. അവിടെ സമരം ചെയ്യുമ്പോൾ എത്രയോ സമരങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, എത്രയോ ഇതുകൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ സ്വഭാവം മാറി വരുന്നു, അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് വരുന്നു. കുട്ടികൾ മരിച്ചു, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് പേര് അതിൽ വരുന്നു. ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഉത്തരവാദിത്വമുള്ള നമ്മൾ ഇവിടെയും ഇടതുപക്ഷത്തിനെതിരെ സമരം ചെയ്തിട്ടുണ്ടല്ലോ. ആശാവർക്കർമാരുടെ സമരത്തിൽ നിങ്ങളുടെ നേതാക്കന്മാർ ഉൾപ്പെടെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, സംസാരിച്ചിട്ടുണ്ടല്ലോ. അവിടെ നമ്മൾ ഉന്നയിച്ച ചോദ്യം എന്തായിരുന്നു? എന്തുകൊണ്ട് വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യമന്ത്രി ഇവരോട് വന്ന് സംസാരിക്കുന്നില്ല എന്ന് ചോദിച്ചല്ലോ. അന്ന് BJP-ക്കാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞല്ലോ വീണ ജോർജ് രാജിവെക്കണമെന്ന് പറഞ്ഞല്ലോ. ആ നയം തന്നെയാണ് ഞങ്ങൾക്ക് അവിടെയും പറയാനുള്ളത്. എന്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി അവിടെ വന്ന് കുട്ടികളോട് സംസാരിച്ചില്ല? എനിക്ക് സമയം തരൂ, എനിക്ക് സമയം BJP-ക്കാർക്ക് കൊടുക്കുന്ന സമയം എനിക്കും തരൂ, BJP-ക്കാർക്ക് കൊടുക്കുന്ന സമയം എനിക്കും തരൂ. എന്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ഈ കുട്ടികളോട് വന്ന് ചർച്ച നടത്തിയില്ല? എന്തുകൊണ്ട് ഇതിനെതിരെ എന്ത് ഒരു നടപടി എടുക്കാമെന്നുള്ള ഒരു ചർച്ച നടത്തിയില്ല? ആ ചർച്ചകൾ ഒന്നും നടക്കാത്തത് കൊണ്ടല്ലേ ഈ കുട്ടികൾ മന്ത്രി രാജിവെക്കണം എന്നുള്ള ഒരു നിലപാടിലേക്ക് വന്നത്. അതിനുശേഷം എത്രയോ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർ അവരെ മൃഗീയമായി തല്ലിച്ചതയ്ക്കുന്ന രീതിയിലേക്ക് പോലീസ് വന്നപ്പോഴാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം